തുടരും എന്ന ചിത്രത്തിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന വാചകമാണിത്. വെൻ എലിഫന്റ്സ് വാക്ക് ദ ഫോറസ്റ്റ് വാക്സ് വിത്ത് ദം. അപ്പൊ ഈ ആനകൾ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിൽ നടക്കാറുണ്ട്. ഒരു ദിവസം തന്നെ ഒരുപാട് ദൂരം നടക്കാറുള്ള ഒരു ജീവിയാണ് ആന. ആഫ്രിക്കൻ ആനയ്ക്കൊക്കെ ഒരു ദിവസം കൊണ്ട് 200 കിലോമീറ്ററോളം നടക്കാൻ കഴിയും. ആഹാരത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും ഇരപിടിയന്മാരിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയും പിന്നെ ഇണചേരലിന് വേണ്ടിയെല്ലാമാണ് ഇവ നടക്കാറ്. ഈ തിങ്ങി നിറഞ്ഞ കാട്ടിലൂടെ ഇവ നടക്കുമ്പോൾ കാട്ടിലൂടെ ഒരു വഴി രൂപപ്പെടുകയാണ് കേട്ടോ. പോണ വഴിയുള്ള ചില്ലകളെല്ലാം ഒടിച്ചു മാറ്റിയും വേരുകളെല്ലാം പിഴുതെറിഞ്ഞിട്ടാണ് ഇവർ പോവാറ്. അത് മറ്റുള്ള ജീവികൾക്ക് നടക്കാൻ വേണ്ടിയുള്ള ഒരു വഴി രൂപപ്പെടുമെന്ന് മാത്രമല്ല, അങ്ങനെ മാറ്റുന്നതുകൊണ്ട് ഈ സൂര്യപ്രകാശം കാടിന്റെ അടിത്തട്ടിലേക്ക് എത്തുകയും പുതിയ ചെടികൾക്കും പുൽനാമ്പുകൾക്കും വളരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ഇവര്. മിക്ക ചെടികളുടെയും വിത്തുകളെയും കൂടി ചേർത്താണ് ഇവ അകത്താക്കാറ്. ശേഷം കിലോമീറ്ററുകളോളം നടന്ന് തന്റെ പിണ്ടത്തിലൂടെ ആ വിത്തുകൾ പുറത്തേക്ക് തള്ളുന്നു. അങ്ങനെ പല ചെടികൾക്കും ദൂരേക്ക് വ്യാപിക്കാനുള്ള അവസരം ഇവ കൊടുക്കാറുണ്ട്. പിന്നെ ഈ പിണ്ടം ഒരു വളമായതുകൊണ്ട് ആ ചെടികൾക്ക് വളരാനുള്ള എല്ലാ പോഷകങ്ങളും അതിലുണ്ട്. ഈ വരൾച്ചയിൽ പുഴകളും തടാകങ്ങളെല്ലാം വറ്റാറുള്ളപ്പോൾ തന്റെ കൊമ്പും തുമ്പിക്കൈയെല്ലാം വെച്ച് ചെറു കുഴികൾ ഇവരുണ്ടാക്കും. അതിലെ വെള്ളം ഇവർക്കും മറ്റുള്ള ജീവികൾക്കും ഉപകാരപ്രദമാണ്. ഇവര് ചതുപ്പുകളിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചെറു കുഴികളിൽ വരെ തവളകളും മറ്റ് ചെറുജീവികളും വന്ന് മുട്ടയിടാറുണ്ട്. നമ്മുടെ കാടുകൾ ഇങ്ങനെ നിലനിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ആനകളാണ്. അവയില്ല എങ്കിൽ ഈ കാട് വേറൊരു രൂപത്തിലായേക്കാം. അതിൽ പല സസ്യങ്ങളും ജീവജാലങ്ങളും ഉണ്ടാവണമെന്നുമില്ല. ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾക്കും അറിവുകൾക്കും ഫോളോ ചെയ്യണേ. ഒരു പുതിയ അറിവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.